ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ഇന്ന് ഇടുക്കിയിലാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, ഏലത്തോട്ടങ്ങളും വാഴ, പിന്നെ കുറേ കപ്പത്തൈകളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ നല്ല തണവത്ത് നല്ലൊരു കട്ടൻ ചായ. അപ്പോൾ ഇന്ന് ഇവിടെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നൈറ്റാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഞാൻ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. അത് വേറൊന്നുമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ക്ലൈമറ്റ്, ഒരു എന്താ പറയുക, ഒരു ശാന്തത എല്ലാം ഉണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുള്ളത്. അതിനുവേണ്ടി ഞാൻ മിക്കവാറും ഇതേപോലെ ഇടയ്ക്ക് നിലക്ക് ഇതേപോലെ വരാറുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നിന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ഷെഡാണ്. ഷെഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവങ്ങളല്ല, ഒരു നോർമൽ ഷെഡാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. ഒരു ഫാന് വേണ്ട, ഒരു AC വേണ്ട, ഒരു സാധനവും വേണ്ട. നല്ല തണുപ്പും. രാവിലെ എണീക്കാനും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റേക്ക് തോന്നുന്നു 9 മണിക്ക് ശേഷമാണ് ഞാൻ എണീറ്റത്. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ, ഇന്ന് നല്ല ഒരു പൊടി മഴച്ചാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ന് നല്ല മഴച്ചാട്ടിലും വെയിലും ഒന്നും ഇന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, വിറകടപ്പ്. കുറെ കാലമായിട്ട് ഉള്ളൊരാഗ്രഹമായിരുന്നു വിറകടുപ്പിൽ ചോറ് വെച്ചിട്ട് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ വിറകടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കൊത്തിയെടുത്ത വിറക് കഷ്ണങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കൊത്തിയെടുത്തത് ഈ കാണുന്ന ഈ മരത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ കൊത്തിയെടുത്തത് കേട്ടോ. കാരണം വേറൊന്നുമില്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് ഒരു അടുപ്പ്, ഇതേപോലെ വിറകടുപ്പിൽ ഒരു ചോറ് വെച്ചിട്ട്, ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കണം എന്നുള്ളത്. പിന്നെ കണ്ടില്ലേ, ബാക്കിൽ മൊത്തം ഏലത്തൈകളാണ് കേട്ടോ. ബാക്കിൽ മൊത്തം ഏലത്തൈകളും ഉണ്ട്. അതേപോലെ കപ്പ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓമത്തൈ, പപ്പായത്തൈ ഉണ്ട്. പിന്നെ അതേപോലെ അങ്ങോട്ട് മാവും, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കിളികളെ കുറേ സൗണ്ടുകളും കാര്യങ്ങളും. ഈ എറണാകുളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എറണാകുളത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം നമുക്ക് ചില സമയത്ത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥതയാണ്. അധികം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് ഇതുപോലെ ഓരോ കട്ടനൊക്കെ കുടിച്ച് ഇതുപോലെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ എവിടെ നോക്കി കഴിഞ്ഞാലും വാഴത്തൈകൾ അതേപോലെ ഏലത്തൈകൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പിന്നെ പറഞ്ഞു കണ്ട കിളികളെ സൗണ്ടുകൾ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. എറണാകുളത്തൊക്കെ കിളിയുടെ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ വല്ല എന്താ പറയുക, ഈ പക്ഷികളൊക്കെ വളർത്താൻ എവിടെയെങ്കിലും പോകേണ്ടി വരും. അമ്മാതിരാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ചുകൂടെ ഒന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ കാലത്ത് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നേരം വെളുത്തെന്ന് തോന്നിയിരുന്നില്ല. അത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, തണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് കുറച്ച് നേരം ഒന്ന് കണ്ട് ആസ്വദിച്ച് ഒരു 1-2 ദിവസം ഒന്ന് ആ ഒരു ടെൻഷനിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇതേപോലെ റിലാക്സ് ചെയ്യാൻ ഇതേപോലെ ഇടയ്ക്കും തലക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. ഇനിയും പണിയുണ്ട് കേട്ടോ. ഇനി ചോറിനുള്ള വെള്ളമൊന്നും ഞാൻ അടുപ്പിൽ വെച്ചിട്ടുള്ളൂ. ഇനി അതൊന്ന് തിളച്ച് റെഡി ആവണം. കാരണം കുറേ കാലമായിട്ട് ഈ ഭാഗം പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തീയൊന്നും നല്ലോണം കത്തുന്നില്ല. ഇതൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് റെഡി ആയതിന് ശേഷം വേണം നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി. അരി ഇടാൻ പോവാണ് കേട്ടോ. മറ്റേ അവിടെ ആണെങ്കിൽ കുക്കറിൽ പട്ടേന്ന് പറഞ്ഞിടുന്നു. ഇവിടെ കുറച്ച് പുകയൊക്കെ കൊള്ളണം, എന്തായാലും കുഴപ്പമില്ല. അപ്പോഴും നമുക്ക് ആ ഒരു പഴയൊരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് പെട്ടെന്ന് വേകുന്ന അടി കൂടിയാണ് കേട്ടോ. ഏകദേശം ഒരു നല്ലൊരു തിളച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും, പെട്ടെന്ന് റെഡിയാവും. ഇത് നേരത്തെ പറഞ്ഞ ആ പഴം ഇപ്പോഴാണ് തിന്നാൻ പോകുന്നത്. വെള്ളം ചൂടായ കാരണം കൊണ്ട് പഴം തിന്നാനുള്ള സമയം കിട്ടിയില്ല. നല്ല നാടൻ പഴം. ഒന്നുകൂടി പാകമാവാനുണ്ട്, നല്ല കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്. അപ്പോൾ നല്ല മഴ ചാറുന്നുണ്ട്. അപ്പോൾ അടുത്ത ചിക്കൻ നമ്മൾ കഴുകാൻ പോകണം. ഏതായാലും ചോറ് റെഡി ആവണ വരെ സമയമുണ്ട്. അതിന് മുന്നേ നമുക്ക്
ചിക്കനൊന്ന് കഴുകി എടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാനൊക്കെ ഭയങ്കര ഒരു രസമാണ്. കാരണം നമ്മൾ ആ ഒരു ക്ലൈമറ്റും പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ചൂടിൽ നിന്ന് തന്നെ മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസമാണ്. അപ്പോൾ ചിക്കൻ കഴുകിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ മഴ ചാടുന്നുണ്ട്, അതിൻ്റെ ഒരു സുഖമുണ്ട്, നല്ല തണുവും ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ചിക്കനും നമ്മൾ കഴുകിയെടുക്കുകയാണ്. ചോറ് നല്ല വേവായിട്ടുണ്ട്, കണ്ടോ, നല്ലോണം വെന്ത് തുടങ്ങി. ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളിത് എടുക്കും. ചൂടായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചട്ടിയിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂട് എണ്ണ ഒഴിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എണ്ണ ഒഴിച്ച് അടുത്ത നമ്മൾ കുറച്ച് കടുകും ഇടുന്നു. ചട്ടി നല്ല ചൂടാണ്. സബോള, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് മിക്സ് കൊടുക്കാൻ പറ്റും. കഴുകി വെച്ച ചിക്കൻ ഇടാൻ പോകണം കേട്ടോ. അതിന് മുന്നേ മസാല എല്ലാ സംഭവങ്ങളും നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 2 വറ്റൽമുളക് ഉണ്ടായിരുന്നു, അതും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കനും അമ്മ ഇട്ട് ഒന്ന് റെഡിയാക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. മസാല നന്നായിട്ട് പിടിക്കണം കേട്ടോ. ഇങ്ങനെ വെക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വെള്ളം ഒഴിച്ചോ, ഒരുപാട് മറ്റേ പുകയുണ്ട്. അങ്ങനെ ചിക്കൻ ഏകദേശം റെഡി ആവുന്നുണ്ട്. കാരണം അടുപ്പിലായ കാരണം കൊണ്ട് നമ്മൾ ഇടയ്ക്കത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഉച്ച സമയമാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഇടയ്ക്കും യാത്ര ചെയ്യുക, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഈ ഒരു ആംബിയൻസിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.